ഇഷ്ടമാണെന്ന് എല്ലാവർക്കും മുൻപിൽ തുറന്നു പറഞ്ഞ് നന്ദു. അങ്ങനെ വിവാഹ നിശ്ചയ കാര്യങ്ങളിലേക്ക് കടക്കുന്ന ആ സമയം നന്ദുവിനോട് അനി പറയുന്നുണ്ട്, ഞാൻ വിചാരിച്ചിട്ട് ഒന്നും നടക്കുന്നൊന്നുമില്ല. എനിക്കറിയില്ല നന്ദു, ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടതെന്ന്, എന്താണ് ചെയ്യണമെന്നും. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ വിവാഹ നിശ്ചയത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് സാധിക്കില്ല എന്ന് പറയുമ്പോഴാണ് നന്ദുവിൻ്റെ മുൻപിലേക്ക് ആ സംഘം കടന്നു വരുന്നത്. അനാമികയും അവളുടെ അമ്മയും അച്ഛനും കടന്നു വരുന്നു. അനിയുടെ വിവാഹ നിശ്ചയം മുടക്കണം, അത് തടയണം, അതിനുവേണ്ടി ഞങ്ങൾ പരാതി തരാൻ വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അവർ നമ്മുടെ നന്ദുവിനെ സമീപിക്കുന്നുണ്ട്. നന്ദു ആണെങ്കിൽ അവരെയും കൊണ്ട് അനന്തപുരിയിലേക്ക് പോകുന്നു. ആദ്യം അവരെ വിടുന്നു. അവർ വലിയൊരു സംഘർഷം തന്നെ അനന്തപുരി തറവാട്ടിൽ ഉണ്ടാക്കുമ്പോൾ ഒടുവിൽ മുത്തശ്ശൻ നിർബന്ധത്തിന് വഴങ്ങി വിവാഹ നിശ്ചയം നടത്താനായിട്ട് ഒരുങ്ങുമ്പോൾ നന്ദു നിർത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കടന്നു വരുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ നന്ദു പറയുന്നുണ്ട്, ഇവരെനിക്ക് പരാതി തന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഈ വിവാഹ നിശ്ചയം നടക്കുന്നത് ഞാൻ തീർച്ചയായും തടയും, അതുകൊണ്ട് നിങ്ങൾ ഈ വിവാഹ നിശ്ചയത്തിൽ നിന്നും പിന്മാറണമെന്ന് പറയുന്നു. മോളെ, നീയും ഇതിന് കൂട്ടുനിൽക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ, കൂട്ടുനിൽക്കുകയല്ല, എൻ്റെ ഉത്തരവാദിത്തമാണ്, എൻ്റെ ജോലിയുടെ കടമയാണത്, ഇവർ പരാതി എനിക്ക് നൽകിയിട്ടുണ്ട് എന്ന് പറയുന്നു. ഇതിനിടയിലാണെങ്കിൽ നമ്മുടെ നന്ദു ആണെങ്കിൽ, എന്തായാലും ഞാനിത് തടയണമെന്ന് വിചാരിച്ചത് തന്നെയാണ്, നിങ്ങളും അറിയണമെന്നുണ്ട് എനിക്ക്, അതായത് എനിക്ക് അനിയെ ഒരുപാട് ഇഷ്ടമാണ്, അനിക്ക് എന്നെയും, അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരസ്പരം വിവാഹം കഴിച്ചാൽ കൊള്ളാമെന്നുണ്ട് എന്ന് പറയുമ്പോൾ മുത്തശ്ശനും നയനയും ആദർശും എല്ലാവരും ഞെട്ടി നിൽക്കുന്ന കാഴ്ച